വർഷങ്ങൾക്ക് ശേഷത്തിലെ മുരളി AR റഹ്മാനാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചിന്തിക്കാൻ പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഒന്ന്, AR റഹ്മാൻ്റെ യഥാർത്ഥ പേര് ദിലീപ് എന്നാണെന്നും അദ്ദേഹം ജനിച്ചത് ഹിന്ദു മതത്തിലാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം പോപ്പുലർ ആകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ഇസ്ലാം പശ്ചാത്തലത്തിലാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ആകുന്നത്. ഈ സിനിമയിൽ മുരളി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഒരു ഇസ്ലാം പശ്ചാത്തലത്തിലാണ് മുരളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാരണം, ചെന്നൈയിൽ AR റഹ്മാൻ ഒത്തിരി സംഗീത സംവിധായകർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്തെല്ലാം അദ്ദേഹം ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ സമയത്ത് ഈ സംഗീത സംവിധായകർ ഇറക്കിയ പല സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും റഹ്മാൻ ചെയ്തതാണ് എന്ന് പൊതുവെ ഇൻഡസ്ട്രിയിൽ ചർച്ചയുണ്ട്. ഇളയരാജയുടെ പോലും പല പാട്ടുകളും ആ കാലത്ത് ഇറങ്ങിയത് റഹ്മാൻ കമ്പോസ് ചെയ്തതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. റഹ്മാനോട് ഇന്ന് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ പബ്ലിക്കായി പറയണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാവാം. അങ്ങനെയെങ്കിൽ ഈ പടത്തിൽ പറയുന്ന ഇന്ദ്രധനുഷ് അഥവാ ഇന്ദ്ര ആരായിരിക്കും? മൂന്നാം